ഡോക്ടർ അതുപോലെ ഫാർമസ്യൂട്ടിക്കൽസിന്റെ കാര്യം പറഞ്ഞു. അപ്പം അതിന്റെ ഒരു പ്രോസസ്സ് ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാമോ? അതായത് എങ്ങനെയാണ് ഇത് കളക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഫാക്ടറിയുടെ പ്രവർത്തനം എന്താണ്, അവിടുത്തെ ഏതൊക്കെ മെഷീൻസ് ആണ് ഉള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? തീർച്ചയായിട്ടും. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഏറ്റവും ആദ്യം ഉണ്ടായത് ഫാർമസ്യൂട്ടിക്കൽസ് ആണ്. നമ്മൾ ഏറ്റവും ചെറിയ രീതിയിൽ മാനുവലായിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. ഇപ്പം നമുക്ക് അതിൻ്റെ അകത്ത് നല്ല രീതിയിലുള്ള മിഷനറീസ് കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട്. നമുക്ക് 280ഓളം പ്രൊഡക്റ്റ് എന്ന് ഞാൻ പറഞ്ഞത് ക്ലാസിക്കലായിട്ടുള്ള പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കഷായങ്ങൾ, അരിഷ്ടങ്ങൾ, ലേഹ്യം, ചൂർണങ്ങൾ അല്ലെങ്കിൽ പൊടികൾ എന്ന് പറയുന്ന മരുന്നുകൾ, ഗുളികകൾ ഇവയെല്ലാം നമ്മളിവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം കഷായത്തിൻ്റെയൊക്കെ ഒരു നിർമ്മാണ പ്രക്രിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ മരുന്നുകൾക്കും അനുസരിച്ച് അനുയോജ്യമായ രീതിയിലുള്ള അല്ലെങ്കിൽ ആ യോഗത്തിൽ പറഞ്ഞിരിക്കുന്ന മരുന്നുകളെ കളക്ട് ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം. അത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ക്വാളിറ്റിയുള്ള മെഡിസിൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് നമ്മൾ വൃത്തിയായി കഴുകി അത് മെഷീൻസ് ഉണ്ട് നമുക്ക് പൾവറൈസർ പോലത്തെ മെഡിസിൻസിൽ അത് ചതച്ചെടുക്കുക ചെയ്യുക. ചെറുതാക്കിയ ശേഷം നമുക്ക് ബോയിലറുണ്ട്, ഫയർവുഡ് ബോയിലറുണ്ട്. ഒരേ സമയം 8 വെസൽസ് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ അതിലിട്ടിട്ടാണ് കഷായങ്ങൾ തിളപ്പിച്ചെടുക്കുക. അപ്പോൾ കഷായം ഉണ്ടാക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഓരോ മരുന്നിനും ഓരോ അളവ് പറയുന്നുണ്ട്. ആ അളവിലുള്ള മരുന്നുകളെ, ഉണക്ക മരുന്നുകളെ എടുത്ത് അത് അതിൻ്റെ അകത്ത് പറയുന്ന അളവിലുള്ള വെള്ളം ചേർത്ത് അത് ജലാംശം ഇത്ര അളവിൽ വറ്റിക്കാൻ പറയും. അത്രയും രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 2 ദിവസമൊക്കെ എടുക്കും ഒരു കഷായം ഉണ്ടായി വരാൻ. അതുപോലെ തൈലങ്ങൾ കാച്ചുമ്പോഴും നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന തൈലത്തിന് വേണ്ട കഷായമാണ്. അത് ഇതേപോലെ 1-2 ദിവസം കൊണ്ടാവും അതിൻ്റെ കഷായം ഉണ്ടായി വരാം. അത് പിഴിഞ്ഞെടുത്ത ശേഷം എണ്ണയിൽ ചേർത്തത് വറ്റിച്ചെടുക്കുക. ഇപ്പം എണ്ണ ഉണ്ടാക്കുന്നത് നമ്മൾ പാകം നോക്കിയിട്ടാണ്. എണ്ണയിൽ മരുന്ന് അരച്ച് ചേർക്കുന്ന മരുന്നുകളുണ്ട്, കൽക്കം എന്നാണ്. അത് ചിലപ്പോൾ പച്ചയായ മരുന്നുകളായിരിക്കും. അങ്ങനെയുള്ള മരുന്നുകൾ അരച്ച് ചേർത്ത് അത് നമ്മൾ തൊട്ട് നോക്കിയിട്ടാണ് അറിയുന്നത്. അതിൻ്റെ പാകം അനുസരിച്ച് കറക്റ്റായിട്ട് കുക്ക്ഡായോ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ആ പാകം നോക്കിയിട്ടാണ് എണ്ണകൾ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ ജ്യൂസറുകളുണ്ട് നമുക്ക്. കറ്റാർവാഴ അല്ലെങ്കിൽ ചെമ്പരത്തി, അതുമല്ലെങ്കിൽ പുളിയില, ഇതൊക്കെ നീരുകൾ ആവശ്യമുള്ള അത് നമ്മൾ തീയിൽ വെച്ച് കഷായം വെച്ചല്ല എടുക്കുക. അപ്പോൾ അത് അങ്ങനെയുള്ള മരുന്നുകളെ ജ്യൂസറിൽ ഇട്ട് പ്രസ് ചെയ്ത് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടും മരുന്നുകളിൽ ചേർക്കാറുണ്ട്. പിന്നെ ഗുളികകളൊക്കെ അരച്ചുണ്ടാക്കാനുള്ള മിഷനറീസ് നമുക്കുണ്ട്. പാക്കിങ്ങുകളെല്ലാം തന്നെ ഓട്ടോമേറ്റഡ് ആണ്. നമ്മൾ ഫിക്സഡ് ക്വാണ്ടിറ്റി എത്രയാണെന്ന് വെച്ചാൽ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് കുപ്പിയിലേക്ക് വന്ന് നിറഞ്ഞ രീതിയിലുള്ള പാക്കിംഗ് ആണ്. ഇപ്പോഴത്തെ ഓരോ അപ്ഡേഷൻ വരുന്നതനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ മരുന്ന് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രാധാന്യം മുമ്പേ നല്ല നമ്മൾ പറഞ്ഞിരുന്നൊരു കാര്യമാണ് റോ മെറ്റീരിയലിൻ്റെ ഒരു അഭാവം. നമുക്കുള്ളൊരു അനുഗ്രഹവും നമുക്ക് ഏറ്റവും നല്ല മെറ്റീരിയൽസ് ഇവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നെ അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നതിന് മുമ്പ് അത് വളരെ വൃത്തിയാക്കേണ്ടത്. നമ്മുടെ ഉള്ളിലേക്ക് കഴിക്കേണ്ട മരുന്നുകളെല്ലാം തന്നെ നമ്മൾ പ്രഷർ വാഷ് ഉപയോഗിച്ച്, ഇതെല്ലാം പലപ്പോഴും വേരുകളൊക്കെ ആയിരിക്കും ഉപയോഗിക്കുക. അപ്പം മണ്ണിൻ്റെ കണ്ടൻ്റൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഇതെല്ലാം ഓരോ അപ്ഡേഷൻസ് ആണ്. പണ്ട് നമ്മൾ ഈ വലിയ പാത്രത്തിലിട്ടൊക്കെയാണ് വളരെ നാളുകൾക്ക് മുമ്പൊക്കെ കഴുകിക്കൊണ്ടിരുന്നത്. നമ്മളത് അതിനൊരു ടാങ്ക് പോലെ ഉണ്ട്, അതിലിട്ടിട്ട് പ്രഷർ വാഷ് ചെയ്ത് അതിൻ്റെ അകത്ത് ഒരു തരി മണ്ണ് പോലും ഇല്ലാതെ എന്നിട്ട് വീണ്ടും കഴുകി വാരി ശേഷമാണ് ഈ പ്രോസസ്സിലേക്കെല്ലാം പോകുന്നത്. ഡോക്ടർ, താങ്ക് യു. അതുപോലെ തന്നെ ഡോക്ടർ, ഈ സഹ്യാദ്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ സഹ്യാദ്രി ആയുർവേദിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും? ഉള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടി പറ്റും? പക്ഷേ നമ്മൾ ഫാർമസ്യൂട്ടിക്കൽസ് ആണ് നമുക്ക് ഈ പറയുന്ന മരുന്നുകളുടെ നമുക്ക് മാത്രമുള്ള മരുന്നുകളല്ല, നമുക്ക് വെളിയിലേക്കും നമുക്ക് പല ഏജൻസികളുണ്ട്, മറ്റു പല ഡോക്ടർമാരും നമ്മുടെ മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. അവർക്ക് റെഗുലറായിട്ട് നമ്മളിപ്പം പ്രധാനമായിട്ടും കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ഈ 4 ജില്ലകൾ, ആലപ്പുഴ, ഈ 5 ജില്ലകളിലാണ് നമ്മുടെ മരുന്നുകൾ നമ്മൾ സെയിലുള്ളത്. നമ്മുടെ മരുന്ന് മുമ്പ് നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ ഈ സഹ്യാദ്രി എന്ന് പറഞ്ഞ ഒരു പരസ്യമോ മരുന്നുകളൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അത് നമ്മുടെ മരുന്ന് ഉപയോഗിച്ചതിൻ്റെ ക്വാളിറ്റി ഇഷ്ടപ്പെട്ട ശേഷം അത് കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിക്കുന്നവരാണ് നമുക്കുള്ളത് എല്ലാം തന്നെ. പല ഡോക്ടേഴ്സും നമ്മുടെ മെഡിസിൻ്റെ ക്വാളിറ്റി അവരുടെ ഒരു ബാക്കപ്പാണ് ശരിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നടത്തുന്നത്. അവർ നമ്മുടെ മെഡിസിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്ത് നമ്മൾ മെഡിസിൻ ഉണ്ടാക്കി കൊടുക്കാൻ നമ്മുടെ മെഡിസിന് വേണ്ടി തന്നെ അവർ നിർബന്ധം പറയാറുണ്ട്. പല ഡിസ്ട്രിബ്യൂട്ടർമാരും വേറെ മരുന്ന് കൊടുക്കാമെന്ന് പറയുമ്പോൾ പോലും വേണ്ട, ഞങ്ങൾക്ക് സഹ്യാദ്രിയുടെ മെഡിസിൻ തന്നെയാണ് ആവശ്യം എന്ന് പറഞ്ഞ് ഡയറക്റ്റ്ലി നമ്മളെ വിളിക്കാറുണ്ട്. അവരുടെ എന്താ മെഡിസിൻ്റെ ഷോർട്ടേജോ എന്തെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്.
ഈ ഒരു കഴിഞ്ഞ 40 വർഷമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കുന്ന ഒരു വിശ്വാസ്യത കൂടിയാണ്. അത് അതിൻ്റെ ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് പറയുന്നത് തന്നെ നമുക്ക് ക്വാളിറ്റി അഷ്വർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഫാർമസ്യൂട്ടിക്കൽസ് അല്ലാതെ നമുക്കൊരു ഹോസ്പിറ്റലുണ്ട്. മുമ്പേ പറഞ്ഞ എല്ലാ ആയുർവേദ ട്രീറ്റ്മെൻറ്റുകളും, പഞ്ചകർമ്മ ഉൾപ്പെടുന്ന ട്രീറ്റ്മെൻറ്റുകൾ, ഡീറ്റോക്സ് പോലത്തെ ട്രീറ്റ്മെൻറ്റ്, ഒബേസിറ്റിക്കുള്ളത്, സ്ട്രെസ് റിലീസിനുള്ളത്, അങ്ങനെ ഉള്ള ട്രീറ്റ്മെൻറ്റുകൾ, യോഗ നമ്മൾ അതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്, മെഡിറ്റേഷൻ കൊടുക്കാറുണ്ട്, ഇങ്ങനെയുള്ള ചികിത്സ. അതുപോലെ ത്വക്ക് രോഗങ്ങളുടെ ചികിത്സ, പ്രത്യേകിച്ച് സോറിയാസിസിനൊക്കെ വളരെ മികച്ച ചികിത്സ നമുക്ക് ആയുർവേദത്തിലൂടെ ചെയ്യാൻ സാധിക്കും. വളരെ മികച്ച റിസൾട്ട് അങ്ങനെയുള്ള രോഗികൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ഒരു എന്താ പറയുന്നത് ചികിത്സാ രീതികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുകൂടാതെ നമുക്കിവിടെ ഒരു മ്യൂസിയം ഉണ്ട്, ആയുർവേദത്തിൻ്റെ ഒരു ഹിസ്റ്ററി എല്ലാം പറഞ്ഞ് നമുക്കിവിടെ വന്ന് കാണാം. മ്യൂസിയത്തിൽ ഓരോ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയ ആയുർവേദം കടന്നുപോയ കാര്യങ്ങളും ആയുർവേദത്തിൻ്റെ പ്രധാന ചികിത്സാ രീതികളെക്കുറിച്ചൊക്കെ വളരെ മനോഹരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ രീതി സെറ്റ് ചെയ്തേക്കുന്ന ഒരു മ്യൂസിയമാണ്. ഇതുകൂടാതെ നമുക്കൊരു ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, സഹ്യാദ്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ എന്നുള്ളത്. ഇത് പഞ്ചകർമ്മ തെറാപ്പി പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നമ്മൾ ഇവിടെ തെറാപ്പി ചെയ്യാന്ന് പറയുന്നത് നമ്മൾ പേഷ്യൻസിൻ്റെ അടുത്ത് നമ്മൾ ഡോക്ടേഴ്സ് കൺസൾട്ട് ചെയ്ത ശേഷം ഈ പറയുന്ന മസാജുകളും ക്രിയകളും ഒക്കെ ചെയ്യുന്ന വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകളാണ് നമ്മുടെ ഹോസ്പിറ്റലിലുള്ളത്. ഏകദേശം 30 വർഷത്തോളം പരിചയമുള്ള തെറാപ്പിസ്റ്റുമാർ നമ്മുടെ കൂടെ ഉണ്ട് ഇപ്പോഴും. ഇവരെല്ലാം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിച്ചു വന്നവരാണ്. നമ്മളിപ്പം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗമായിട്ട് തെറാപ്പി കോഴ്സ് ചെയ്യുന്നുണ്ട്. ആ കോഴ്സ് ചെയ്യുന്നത് നമ്മൾ മരിയൻ കോളേജുമായിട്ട് ചേർന്നുകൊണ്ടാണ്. ഇതിനകത്ത് നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രധാന പ്രശ്നം, നമ്മൾ ഹോസ്പിറ്റലുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ പല ഡോക്ടേഴ്സും നമ്മളോട് നേരിട്ട് പറഞ്ഞിരിക്കുന്ന, എൻ്റെ തന്നെ കൊളീഗ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ നടത്തുന്ന ട്രീറ്റ്മെൻറ്റ് സെൻറ്റേഴ്സ് നടത്തുന്ന ഡോക്ടേഴ്സ് ക്വാളിറ്റിയുള്ള തെറാപ്പിസ്റ്റുകളുടെ അഭാവം വളരെ രൂക്ഷമാണ് ഈ കാലഘട്ടത്തിൽ എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ വീണ്ടും ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്, നേരത്തെ നമ്മൾ ഇഗ്നോ, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരു സെൻ്ററാണ് നടത്തിക്കൊണ്ടിരുന്നത്. അത് ഇടക്കാലത്ത് നിർത്തിയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് നല്ലൊരു ഡിമാൻഡ് വന്നതിന് ശേഷം നിങ്ങൾ എന്താ തുടങ്ങാതെ, പണ്ട് നമ്മുടെ തെറാപ്പിസ്റ്റ് നമ്മൾ പഠിപ്പിച്ചു വിട്ട കുട്ടികളെ ജോലിക്ക് എടുത്തിരുന്ന ആൾക്കാർ എന്നുള്ള സമ്മർദ്ദം ഒരു വലിയ കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് വീണ്ടും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിനകത്ത് റീസ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ മരീൻ കോളേജുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് അവരുടെ ഹോസ്പിറ്റാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചേർന്നിട്ടാണ്. അപ്പം കോളേജ് ഓട്ടോണോമസ് കോളേജ് ആയതുകൊണ്ട് തന്നെ അവരുടെ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കും. നമ്മുടെ കോഴ്സിൻ്റെ അകത്ത് ആയുർവേദ പഞ്ചകർമ്മ എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. കേരളീയ ചികിത്സാ രീതികൾ, ഈ പറയുന്ന മസാജുകളും കേരളത്തിൻ്റെ തനതായ മസാജ് രീതികൾ, ഇലക്കിഴികൾ, അങ്ങനെ പല തരത്തിലുള്ള കിഴികൾ, ധാരകൾ, ഇതെല്ലാം നമ്മൾ പഠിപ്പിക്കും. ഇതുകൂടാതെ ബേസിക് ആയിട്ടുള്ള ആയുർവേദിക് പ്രിൻസിപ്പിളും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ മരീൻ കോളേജിൻ്റെ ഭാഗമായിട്ട് അവർ ഇംഗ്ലീഷിൻ്റെ കാര്യം, ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഹോസ്പിറ്റാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരും ഈ കോഴ്സ് ചെയ്യുന്നു. ഇത് അഡീഷണലി നമുക്കൊരു ബെനിഫിറ്റ് ഇതിൻ്റെ അകത്ത് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് സ്പാ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇൻ്റർനാഷണൽ സ്പാ തെറാപ്പി എന്നാണ്. അതായത് താജ് പോലുള്ള അല്ലെങ്കിൽ ഷെറാട്ടൺ പോലുള്ള വലിയ വലിയ ഹോട്ടൽസുകൾ, സ്റ്റാർ ഹോട്ടൽസിലൊക്കെ സ്പാ ഒരു വെൽനസ് സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് ശരിക്കും ആയുർവേദ മസാജ് മാത്രം പോരാ, അവർക്ക് ഈ തായ് മസാജ് പോലുള്ള കാര്യങ്ങൾ ഒക്കെ വേണം. ഇതെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അത് വെൽനസ് വേറൊരു ഭാഗമായിട്ട് ഈ കോഴ്സിൽ തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 1 ഇയർ കോഴ്സാണ്. ഈ 1 ഇയർ കോഴ്സിൻ്റെ അകത്ത് 6 മാസം നമ്മുടെ ഇൻഹൗസ് ഇവിടെ തന്നെ നിന്ന് പഠിക്കണം. തിയറിയും അതിന് പ്രാക്ടിക്കൽസും നമ്മളിവിടെ ഉണ്ടാവും. അതിനുശേഷം എക്സാം ഉണ്ട്. എക്സാം ഈ 6 മാസങ്ങളിൽ തന്നെ പരീക്ഷ നടന്ന് അത് പാസ്സാക്കി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇൻറ്റേൺഷിപ്പ് ഉണ്ട് ഒരു 6 മാസം. അത് വിത്ത് സ്റ്റൈപ്പൻ്റാണ്. കേരളത്തിലെ പല സ്ഥാപനങ്ങളിലും നമ്മൾ ഇൻറ്റേൺഷിപ്പിന് വിടാറുണ്ട്. അത് വിത്ത് സ്റ്റൈപ്പൻ്റോട് കൂടി തന്നെ അവർക്ക് സ്റ്റൈപ്പൻ്റ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ അത് ഇൻറ്റേൺഷിപ്പ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അതിനുശേഷം കോഴ്സ് ഒരു വൈവേ കൂടി ഉണ്ടാവും, ഒരു ഫൈനലായിട്ട്. ഈ 12 മാസത്തെ കോഴ്സിന് ശേഷം അവർക്ക് സർട്ടിഫിക്കറ്റ്, കോളേജിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് തന്നെ കൊടുക്കും. ഇതിൻ്റെ പ്രാഥമികമായ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് +2 പാസ്സാകണം എന്നുള്ളതാണ്. +2 മേളിലേക്കുള്ള യോഗ്യത ഉള്ളവർക്ക് വരാം. നമ്മൾ +2 പാസ്സായവർക്ക് ഈ കോഴ്സ് കഴിയുമ്പം കോഴ്സ് സർട്ടിഫിക്കറ്റ് ഇൻ ആയുർവേദ പഞ്ചകർമ്മ ആൻഡ് ഇൻ്റർനാഷണൽ സ്പാ തെറാപ്പി എന്നുള്ളതാണ് ലഭിക്കുക. പക്ഷേ ഒരു ഡിഗ്രി കഴിഞ്ഞ ആളാണ് വരുന്നതെങ്കിൽ PG ഡിപ്ലോമ ഇൻ ഇൻ്റർനാഷണൽ സ്പാ തെറാപ്പി ആൻഡ് ആയുർവേദ പഞ്ചകർമ്മ എന്നുള്ള രീതിയിൽ സർട്ടിഫിക്കറ്റ് ലഭിക്കും. അത് വെളിയിലേക്കൊക്കെ ജോലിക്കൊക്കെ വളരെ സാധ്യതയുള്ള ഒരു കാര്യം കൂടിയാണ്. സർ, ഇപ്പം ഈ കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ എങ്ങനെ സഹ്യാദ്രി അപ്രോച്ച് ചെയ്യും? തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. സഹ്യാദ്രിയുടെ കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി. അഡ്മിഷൻ പ്രൊസീജിയർ നമ്മുടെ അടുത്ത മാസം തന്നെ തുടങ്ങുന്നതാണ്. ജൂൺ പകുതിയോടുകൂടി
അല്ലെങ്കിൽ ജൂൺ അവസാനത്തിന് മുമ്പായിട്ട് ക്ലാസ്സുകൾ തുടങ്ങും. മരിയൻ കോളേജിലാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. അതിൻ്റെ വെബ്സൈറ്റിൽ അതിൻ്റെ ലിങ്കുകളെല്ലാം ആ സമയത്ത് പ്രസിദ്ധീകരിക്കുന്നതാണ്. +2 കഴിഞ്ഞ +2 ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ. അതെ, +2 പാസ്സാവാം. ഡോക്ടർ, നമ്മുടെ തന്നെ ഓൺ പേറ്റന്റഡ് ആയിട്ട് മെഡിസിനെ പറ്റി ഡോക്ടർ പറഞ്ഞല്ലോ. അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്തൊക്കെ മെഡിസിൻസ് ആണ്, എന്താണ് അതിന്റെ പ്രത്യേകതകൾ, സഹ്യാദ്രിയുടെ ഓൺ മെഡിസിൻസിനെ പറ്റി ഒന്ന് പറയാമോ? ശരി, മുമ്പേ പറഞ്ഞിരുന്നതാണ് അത്. നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന വൈദ്യന്മാരുടെയും നമ്മുടെ ഡോക്ടേഴ്സിന്റെയും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. ഇതിന്റെ എല്ലാം കൂടെ ഒരു സംയുക്ത ഫലമായിട്ട് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു ഓൺ പ്രൊഡക്ട്സ് ആണ്. നമ്മുടെ ലൈസൻസ് പ്രോഡക്റ്റ് ആണ്. ഡ്രഗ് ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ ലൈസൻസുകളും മാനദണ്ഡങ്ങളും പാലിച്ച് നമ്മൾ എടുത്തിരിക്കുന്ന പ്രൊഡക്ട്സുകളാണ്. അതിനകത്ത് ഡ്യൂക്കെയർ എന്ന് പറയുന്ന ഒരു ഓയിൻമെന്റ് ഉണ്ട്. വേദനയ്ക്കൊക്കെ വളരെ ഫലം നൽകുന്ന ഒരു ഓയിൻമെന്റ് ആണ്. നമുക്ക് ആയുർവേദത്തെക്കുറിച്ച് പരിചയമുള്ളവർക്കറിയാം. മഹാനാരായണ തൈലം എന്ന് പറഞ്ഞാൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ആയുർവേദ കോമ്പിനേഷനാണ്. ഗന്ധതൈലം എന്ന് പറയുന്ന 2 മരുന്നുകളുടെ ഒരു വളരെ എഫക്റ്റീവായ ഒരു കോമ്പിനേഷനാണ് ഈ ഡ്യൂക്കെയർ എന്ന് പറയുന്ന ഒരു മരുന്ന്. ഇവൻ തലവേദന, അങ്ങനെ സന്ധിവേദനയ്ക്കൊക്കെ വളരെ റിസൾട്ടായിട്ടുള്ള ഒരു മരുന്നാണ്. അതുകൊണ്ട് നമ്മുടെ മുറിവെണ്ണയ്ക്കും വളരെ പ്രത്യേകത. മുറിവെണ്ണ നമ്മുടെ പേറ്റന്റ് അല്ല, ക്ലാസിക്കൽ മരുന്നാണ്. മുറിവെണ്ണയ്ക്കും നമുക്ക് വളരെ പ്രത്യേകത ഉണ്ട്. ബാക്കിയുള്ള നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബാക്കി മോശമാണെന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. നമുക്ക് ഈ ചതവൊക്കെ വന്നതിന് ശേഷമുള്ള വേദന മാറാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ മുറിവെണ്ണ സഹായിക്കുന്നത് നമ്മൾ ചികിത്സയിൽ ഫലം കണ്ടിട്ടുണ്ട്. അങ്ങനെ അതുപോലെ നമുക്ക് പിന്നെ ഉള്ള പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് തൈലങ്ങളുണ്ടാവും. അത് തലയിൽ വെക്കാനുള്ള തൈലങ്ങളും ദേഹത്ത് പുരട്ടാനുള്ള 2 രീതിയിലുള്ള എണ്ണകളും ഉണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് സൈനസിൻ്റെ ഒക്കെ ഇൻഫെക്ഷനൊക്കെ വരുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ശിരസുധ എന്ന് പറയുന്ന ഒരു എണ്ണയുണ്ട്. അതേപോലെ തന്നെ ഈ ടോൺസിലൈറ്റിസ് അല്ലെങ്കിൽ അഡിനോയിഡ്, കുട്ടികൾക്കൊക്കെ അഡിനോയിഡിൻ്റെ ഒക്കെ പ്രശ്നം വളരെയധികം ഇപ്പോൾ കാണുന്നുണ്ട്. അങ്ങനെ റിപ്പീറ്റായിട്ട് പനി, തൊണ്ടവേദന, തലനീരിറക്കം അല്ലെങ്കിൽ കഴുത്തിന് വേദന, നടുവിന് വേദനയൊക്കെ റെഗുലറായിട്ട് വരുന്ന ആളുകൾ, മുതിർന്നവരുമാണ്. ഇവർക്കൊക്കെ എണ്ണയൊക്കെ വെക്കാതിരിക്കും. പക്ഷെ എണ്ണ അഭ്യംഗമാചിരേ നിത്യം, എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് ആയുർവേദം എണ്ണ തേപ്പിനെ പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് അതിന് പറ്റിയ എണ്ണകളുണ്ടാവും. ഈ നൊച്ചിപത്രാദി പോലുള്ള എണ്ണകളെല്ലാം അതിന് സഹായിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ മറ്റൊരു പേറ്റന്റ് പ്രോഡക്റ്റാണ് ദശപത്ര തൈലം എന്ന് പറയും. ദശ എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 ഇലകളുടെ ഒരു കോമ്പിനേഷനാണ്. അതുകൂടാതെ വേറെ അധികം മരുന്നുകളും ഉണ്ട്. ഈ ശരീരത്തിൽ ഉണ്ടാകുന്ന വാദത്തിന്റെ വേദനകൾ എന്നൊക്കെ പഴമക്കാർ പറയുന്ന തരിപ്പ്, പെരിപ്പ്, നംനെസ്, ശരിക്കും ഒരു ന്യൂറോളജിക്കൽ ഒറിജിനായിട്ടുള്ള വേദനയ്ക്ക് വളരെ വളരെ ഫലപ്രദമായ ഒരു മരുന്നാണ്. അല്ല, ഒടിവ്, ചതവ് അങ്ങനെ ബന്ധപ്പെട്ട രീതികളിൽ മർമാണി തൈലം നമുക്ക് വെച്ച് കെട്ടാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം. അതെ, ഹീലായതിനു ശേഷം ആ ഭാഗത്തെ നീർക്കെട്ട് മാറാനും വീണ്ടും മൊബിലിറ്റി ഇൻക്രീസ് ചെയ്യാനും അയവ് വരുത്താനും വേണ്ടി മർമാണി തൈലം തന്നെ ധാരയ്ക്കായിട്ടും ഉപയോഗിക്കാൻ പറ്റും. സ്നാനചൂർണ്ണമുണ്ട്, സൗഗന്ധിക സ്നാനചൂർണ്ണം എന്ന് പറഞ്ഞ സഹ്യാദ്രിയുടെ ഓൺ പ്രൊഡക്റ്റാണ്. വിയർപ്പനാറ്റത്തേക്ക് ഒരു പരിധി വരെ അകറ്റി നിർത്താൻ പറ്റും. ഇതൊക്കെ ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സ്നാനചൂർണ്ണം നമുക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് സ്കിന്നൊക്കെ ഒത്തിരി ഡ്രൈ ആക്കും. നമ്മൾ എണ്ണ തേച്ച് കുളിക്കുവാണെങ്കിൽ നമുക്ക് സ്നാനചൂർണ്ണം ഉപയോഗിക്കാം. അല്ലെങ്കിൽ വീക്ക്ലി വൺസൊക്കെ തന്നെ ഉപയോഗിക്കുന്നത് വളരെ റിസൾട്ട് നൽകുന്ന കാര്യമാണ്. പിന്നെ വിട്ടുമാറാത്ത ചുമയ്ക്ക് ദശമൂലകാസാരിയിൽ എന്ന് പറഞ്ഞ ലേഹ്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇങ്ങനെ പല പ്രൊഡക്ട്സ് 24 പ്രൊഡക്ട്സോളം നമുക്ക് നമ്മുടെ പേറ്റൻ്റായിട്ട് തന്നെ നമുക്കുണ്ട്. പിന്നെ ഇതൊക്കെ പറഞ്ഞാലും നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ട് ഈ ഇൻ്റർവ്യൂ കേട്ടിട്ട് ആരും മരുന്ന് മേടിക്കണം എന്ന് ഒരിക്കലും പറയില്ല. അങ്ങനെ ചെയ്യരുത്. എല്ലാ വൈദ്യശാസ്ത്രത്തിനും അതിൻ്റെതായ പ്രിൻസിപ്പിളുണ്ട് അല്ലേ. നമ്മുടെ അവസ്ഥ എന്താണെന്ന് ഒരിക്കലും നമ്മളല്ല തീരുമാനിക്കുന്നത്. ഇപ്പോൾ എനിക്ക് തലനീരിറക്കമാണോ, എനിക്ക് പെടല് വേദനയാണോ, എനിക്ക് സൈനസ് ആണോ എന്ന് തീരുമാനിക്കണമെങ്കിൽ അത് വൈദ്യം പഠിച്ച ഒരാളുടെ അടുത്ത് നിന്ന് നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതെപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പല യൂട്യൂബിൽ കാണുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് കാണുന്നതോ അല്ലെങ്കിൽ ഒരാളുടെ അനുഭവ സാക്ഷ്യം വെച്ചിട്ടോ ഒന്നുമല്ല മരുന്നുകൾ സ്വീകരിക്കുന്നത്. മരുന്നുകൾ എപ്പോഴും ആയുർവേദത്തിൻ്റെ ഒരു പ്രത്യേകതകളെ കുറിച്ച് പറഞ്ഞ മുമ്പേ നമ്മൾ പറഞ്ഞു, ഹോളിസ്റ്റിക് അപ്രോച്ചും ഒരു പേഴ്സണലൈസ്ഡ് അപ്രോച്ചും ഉണ്ട്. ഇപ്പം ഇമ്മാനുവലിന് കഴുത്തുവേദന വന്നു, ഞാനൊരു മരുന്ന് തന്നു. അത് ഇമ്മാനുവലിൻ്റെ ഫ്രണ്ടിനോ ഇമ്മാനുവലിൻ്റെ ഫാദറിനോ മദറിനോ ആർക്കും അത് ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല. എന്നാൽ ഇമ്മാനുവലിൻ്റെ ശരീരപ്രകൃതി അനുസരിച്ച്, രോഗത്തിൻ്റെ അവസ്ഥ അനുസരിച്ച്, എന്നെ കാണുമ്പോൾ ഉള്ള അവസ്ഥ അനുസരിച്ച്, ശരീരത്തിൻ്റെ ബലം അനുസരിച്ച്, ആഹാര രീതി, ജീവിത രീതി അനുസരിച്ചൊക്കെ ആയിരിക്കും ചികിത്സ നിശ്ചയിച്ചത്. അപ്പം അതിനുവേണ്ടി കറക്റ്റായിട്ട് തന്നേക്കുന്ന മെഡിസിനാണ് ആ സമയത്ത് ആക്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് കഴുത്തുവേദന കുറഞ്ഞു എന്നാൽ എൻ്റെ കൂട്ടുകാരന് കൊടുത്തേക്കാം എന്ന് പറയുന്നത് ശരിയായ ഒരു രീതിയല്ല. തീർച്ചയായിട്ടും നമുക്ക് അസുഖങ്ങളെ കണ്ടെത്തേണ്ടതുണ്ട്, അസുഖത്തിൻ്റെ അവസ്ഥകളെ തിരിച്ചറിയേണ്ടതുണ്ട്. തിരിച്ചറിഞ്ഞ ശേഷം വേണം നമ്മൾ ചികിത്സിക്കാൻ. അപ്പോൾ ഇതൊക്കെ അറിയണമെങ്കിൽ
നമ്മൾ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറിനെ തന്നെ കാണുകയും കണ്ട് ചികിത്സ നിശ്ചയിക്കുകയും വേണം. അപ്പോൾ നമ്മൾ ഇത്ര നേരം നമ്മളോട് ഉണ്ടായിരുന്നത് സഹ്യാദ്രിയിലെ ഡോക്ടർ സുദീപ് അഗസ്റ്റിനാണ്. ഇപ്പോൾ എല്ലാ മെഡിസിനിലും തന്നെ ഓർഗാനിക് എന്ന് എഴുതാറുണ്ട്, 100% ഓർഗാനിക് എന്ന് എഴുതാറുണ്ട്. അപ്പോൾ ഡോക്ടർ സംസാരിച്ചത് മനസ്സിലായി, ഈ ഓർഗാനിക് എന്ന് എഴുതിയതെല്ലാം ഒരുപക്ഷെ ഓർഗാനിക് ആകണമെന്നില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ സഹ്യാദ്രി ചെയ്യുന്ന വളരെ വലിയൊരു സർവീസസ് ആണ്. അപ്പോൾ പ്രോഡക്റ്റിലും സർവീസസിലും സഹ്യാദ്രി ചെയ്യുന്ന ആ വാല്യൂ അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. എനിവേ താങ്ക് യു സോ മച്ച് ഡോക്ടർ. താങ്ക് യു.